ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ദുർഗ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യാപേക്ഷ നൽകാനായില്ല. മതപരിവർത്തന ആരോപണം കള്ളക്കഥയാണെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലോക്സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ട് കേരള എംപിമാർ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. റിമാൻഡ് ചെയ്ത് ഛത്തീസ്ഗഡ് ദുർഗ് ജയിലിൽ അടച്ചിരിക്കുന്ന സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും ഇന്നും ജാമ്യാപേക്ഷ നൽകാനായില്ല. ഗുരുതര വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, ഭാരതീയ ന്യായ സംഹിത 143 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിലെ കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അറസ്റ്റിലായത്. പ്ലാറ്റ്ഫോമിലുണ്ടായ ഇരുവരെയും ടിക്കറ്റ് പരിശോധകൻ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന് തുടക്കം. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളെ മതം മാറ്റി കടത്തിക്കൊണ്ടു പോവുകയാണെന്ന് ടിക്കറ്റ് പരിശോധകൻ ബജ്രംഗ് ദൾ പ്രവർത്തകരെ അറിയിച്ചെന്നാണ് പരാതി. വിവരമറിഞ്ഞെത്തിയ ബജ്രംഗ് ദളുകാർ കന്യാസ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. മതപരിവർത്തന ആരോപണം കള്ളക്കഥയാണെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരങ്ങൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അവരെ എന്തിന് മതം മാറ്റണം? പെൺകുട്ടികളെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിച്ച് കള്ളക്കേസ് ബലപ്പെടുത്താനാണ് ഛത്തീസ്ഗഡ് പോലീസ് ശ്രമിക്കുന്നത്. അവിടെ നിർത്തി പഠിപ്പിച്ച് ജോലിയാക്കി ശമ്പളമാക്കി അവർ കുടുംബം രക്ഷപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും മതപരിവർത്തനമല്ല. മതപരിവർത്തനം അവിടെ നടന്നിട്ടില്ല. അവർ ക്രിസ്ത്യാനികളാണ്. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വേദനാജനകമാണ്, ഇനി ആവർത്തിക്കപ്പെടരുത്. 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. വിഷയത്തിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് ലോക്സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ട് കേരള എംപിമാർ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണിച്ചില്ല. തുടർന്ന് LDF UDF എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രത്യേകം പ്രതിഷേധിച്ചു. ഛത്തീസ്ഗഡിൽ വർഗീയവാദികൾ വിചാരണ ചെയ്തത് മതേതര ഭരണഘടനയെ എന്ന് ദീപിക പത്രം മുഖപ്രസംഗം എഴുതി. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും അരക്ഷിതാവസ്ഥയിലെന്നും ലേഖനത്തിൽ പറയുന്നു. മോദിയെ അടുത്ത പെരുന്നാളിന് ഒന്നുകൂടെ വിളിച്ചാദരിച്ചാൽ മതിയെന്ന് യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ പരിഹാസം. RSS അടിസ്ഥാനപരമായി ക്രൈസ്തവ സമൂഹത്തിന് എതിരാണ്. അത്തരം സമൂഹങ്ങൾ എക്കാലവും ചെറുതും വലുതുമായ പ്രവർത്തികളിലൂടെ അവരുടെ താല്പര്യം നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെ ആദരിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ സ്റ്റേജുകളിൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും എന്ന്. അപ്പോ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തൂക്കാനുള്ള കയറ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ മാത്രം അപലപിച്ചുകൊണ്ട് കാര്യമില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എങ്കിലും ഇവരുടെ തനി സ്വഭാവം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി പരാതി പറയാനുള്ള ധൈര്യം തിരുമേനിമാർക്കില്ലെന്നായിരുന്നു ബിഷപ്പുമാർക്കെതിരെ മന്ത്രി V ശിവൻകുട്ടിയുടെ രൂക്ഷ വിമർശനം. എഡിറ്റോറിയൽ എഴുതി അരമനയിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു എന്നുള്ളതിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടിയുള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ? ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേക്കുമായി എത്തുന്ന സംഘപരിവാറുകാർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ ഈസ്റ്ററിനും ക്രിസ്മസിലും ഇതേ ആളുകൾ കേക്ക് കൊണ്ടുവരികയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ. കാപഢ്യമാണ്.
വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് കുഴലൂതുകയല്ല ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ജോലി. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.